ആലപ്പുഴ വള്ളികുന്നത്ത് അയൽവാസിയുടെ പറമ്പിലെ തെങ്ങ് വീണ് 8ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരിക്ക്. വള്ളികുന്നം കടുവിനാൽ കാഞ്ഞിരത്തുമൂട്ടിൽ 13-കാരിയായ സഹദിയ റഫീഖിനാണ് പരിക്കേറ്റത്. അയൽവാസിയുടെ പറമ്പിൽ നിന്ന് ജീർണിച്ച തെങ്ങ് തലയിൽ വീണ് വീട്ടുമുറ്റത്ത് നിന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ഗുരുതരമായി പരിക്കേറ്റു. വള്ളികുന്നം കടുവിനാൽ കാഞ്ഞിരത്തമ്മൂട്ടിൽ പടിയിറ്റതിൽ അബ്ദുൾ റഫീഖ് താഹിറ ദമ്പതിമാരുടെ മകൾ സഹദിയ റഫീഖിനാണ് പരിക്കേറ്റത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ നൂറനാട്ടെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സഹദിയ റഫീഖ് വള്ളികുന്നം അമൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. ഞായറാഴ്ച രാവിലെ 11 സംഭവം നടന്നത്. 2 വർഷത്തോളമായി തെങ്ങ് ഇടിവെട്ടി ഉണങ്ങി നിൽക്കുന്നു. തെങ്ങ് മുറിച്ച് മാറ്റുമെന്ന് ഈ ഉടമസ്ഥനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവർ മുറിച്ച് മാറ്റിയില്ല. ലാസ്റ്റ് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് നോട്ടീസ് ആയി കൊടുക്കുകയും നമുക്ക് ശരിയൊക്കെ ചെയ്തിട്ട് പോലും പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം കളക്ടർക്ക് പരാതി കൊടുത്ത് അതിനുശേഷം അവിടേക്ക് പരാതി കൊടുത്ത് എല്ലാവർക്കും കൊടുത്തിട്ട് ഇന്നുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ തെങ്ങ് 6 മാസം മുമ്പ് തെങ്ങിൻ്റെ മണ്ട ഒടിഞ്ഞ് പേരുടെ മുകളിൽ വീണ് വേറൊരു വണ്ടി കഴിച്ചിരുന്ന ആ വണ്ടിയുടെ മുകളിലും വീണ് ടാങ്കെല്ലാം തകർന്നു പോയി. അതെല്ലാം ശരിയാക്കി കൊടുത്ത് ഇപ്പം വീണ്ടും അതിൻ്റെ ബാക്കി വീണ് മൂന്നോടെ പുഴുത് കുഞ്ഞ് എൻ്റെ മോൻ്റെ കുട്ടിയാണ്. മൂത്ത കുട്ടി 13 വയസ്സ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കുട്ടി ഇറങ്ങി വിറ്റത്ത് കുട്ടിയുടെ തലമണ്ടയ്ക്ക് തെങ്ങ് പുഴുതി വീഴുകയാണ് ചെയ്തത്. കായംകുളത്ത് ഒരു ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് അമ്മയോടൊപ്പം പോകാനായി മുറ്റത്തേക്കിറങ്ങുമ്പോൾ തെങ്ങൊടിഞ്ഞ് കുട്ടിയുടെ തലയിൽ വീഴുകയായിരുന്നു. അയൽവാസിയായ കിഴക്കേപ്പൊയ്കയിൽ മുഹമ്മദ് കുഞ്ഞിന്റെ പുരയിടത്തിൽ നിന്ന് തെങ്ങാണ് ഒടിഞ്ഞു വീണത്. വീടിന് സമീപം ഉണങ്ങി ദ്രവിച്ച് അപകടകരമായ നിലയിലായ തെങ്ങ്, ആഞ്ഞിലി അടക്കമുള്ള മരങ്ങൾ മുറിച്ചുമാറ്റണമെന്നും പശുഫാമിൽ നിന്നുള്ള മാലിന്യം തങ്ങളുടെ പറമ്പിലേക്ക് ഒഴുക്കിവിടുന്നത് തടയണമെന്നും ആവശ്യപ്പെട്ട് മാസങ്ങൾക്ക് മുമ്പ് അബ്ദുൾ റഫീഖിന്റെ അച്ഛൻ ബദറുദ്ദീൻ കുഞ്ഞ് വള്ളികുന്നം പഞ്ചായത്തിലും കളക്ടർക്കും പരാതി നൽകിയിരുന്നു. മരങ്ങൾ മുറിച്ചുമാറ്റാനും മാലിന്യം പുറത്തേക്ക് ഒഴുക്കരുതെന്നും ആവശ്യപ്പെട്ട് പഞ്ചായത്ത് വസ്തുവുടമയ്ക്ക് 10 മാസം മുൻപ് കത്തും നൽകിയതാണ്. എന്നാൽ ഉടമസ്ഥൻ ഇതിന് തയ്യാറായില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി പറഞ്ഞു. അതായത് റഫീഖിന്റെ വീടിനോട് ചേർന്ന് നിന്ന ഒരു ഉണങ്ങിയ തെങ്ങ്, അത് റഫീഖിന്റെ പരാതി പ്രകാരം നമ്മൾ അതിന്റെ ഉടമസ്ഥന് പഞ്ചായത്ത് 238 വകുപ്പ് ദുരന്ത നിവാരണ കമ്മിറ്റി കൂടി എടുത്ത തീരുമാനം 15 ദിവസത്തിനുള്ളിൽ അത് മുറിച്ച് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് നോട്ടീസ് ആ വസ്തുവിൻ്റെ ഉടയന് കൊടുക്കുകയും അദ്ദേഹം അത് മുറിച്ച് മാറ്റാതെ ഇരിക്കുകയും അതേതോ കേസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായതുകൊണ്ട് മുറിക്കാൻ പറ്റില്ല എന്ന് പഞ്ചായത്ത് വാർഡ് മെമ്പറും പ്രസിഡന്റ് അടക്കം അദ്ദേഹത്തിനോട് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് വന്ന മറുപടി ഇതാണ്: അത് പാലിക്കപ്പെട്ടിട്ടില്ല. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പഞ്ചായത്തിന് ഒരു കാരണവശാലും ഇത് മുന്നോട്ട് ഇങ്ങനെയൊരവസ്ഥ ഉണ്ടാവാൻ, ഇനി ആർക്കും ഇങ്ങനെയൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഭരണസമിതിയുടെ തീരുമാനം. ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള പഞ്ചായത്തിന്റെ ഉത്തരവ് പാലിക്കാത്തതിന് വസ്തു ഉടമയ്ക്കെതിരെ നടപടിയെടുക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.